അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സ്ഥാനാർത്ഥികളെ നിർണയിക്കേണ്ട വാർഡ് കമ്മിറ്റികളിൽ ഈ മാസത്തിൽ 2 പ്രാവശ്യം ചേരുകയും അതിൽ നിർബന്ധമായും ഹാജർ ഉണ്ടാവുകയും ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ പങ്കുണ്ടാവുകയുള്ളൂ. അതായത് അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ ഈ ആൾ അല്ലെങ്കിൽ മറ്റേയാൾ സ്ഥാനാർത്ഥി ആകണം എന്ന് പറയാനോ പറയാതിരിക്കാനോ അവകാശമുള്ളൂ. അപ്പോൾ വാർഡ് കമ്മിറ്റി എന്ന് പറയുന്നത് കൂടുമ്പോൾ ഹാജർ നിർബന്ധമാവുകയാണ്. ഹാജർ നിർബന്ധമാവുന്ന കൂട്ടത്തിൽ മറ്റ് ചിലർക്കും കൂടി ഹാജർ നിർബന്ധമാക്കിയിട്ടുണ്ട്. അത് ആർക്കാണെന്ന് അറിയാമോ? അത് ആ പ്രദേശത്ത് നിന്നുള്ള മുതിർന്ന നേതാവ് ആരാണോ അദ്ദേഹവും ഈ കമ്മിറ്റിയിൽ പങ്കെടുത്തേ പറ്റൂ എന്നാണ് KPCC പറയുന്നത്. അത് മാസത്തിൽ ഒരിക്കൽ മതി കേട്ടോ. മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ വാർഡിൽ ഇദ്ദേഹം പോകണം, കമ്മിറ്റിയിൽ പങ്കെടുക്കണം, വാർഡുകളിൽ ഉള്ള പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളി ആവുകയും വേണം. ഇതൊക്കെ നടക്കുമോ എന്ന് എന്നോട് ചോദിക്കരുത് കേട്ടോ. ഇത് നടക്കും, ഇല്ലെങ്കിൽ നടത്തണം എന്നുള്ളതാണ് മിഷൻ 2025 ലക്ഷ്യം. പക്ഷേ ഇത് ഗൃഹസന്ദർശനം നടത്തണം, വോട്ടർ പട്ടികയിലേക്ക് ആളെ ചേർക്കണം, അതാത് സ്ഥലത്തെ പ്രാദേശിക പ്രശ്നങ്ങൾ ഉയർത്തി സമര പരമ്പര ആരംഭിക്കണം. ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ള നിർദ്ദേശം. ഇങ്ങനെ ഒരുപാട് നിർദ്ദേശം പണ്ടും കൊടുത്തിട്ടുണ്ട്. ഈ നിർദ്ദേശം കൊടുത്ത നേതാവ് പോലും പിന്നീട് അതിനെ തുടർന്ന് എന്ത് നടന്നു എന്ന് തിരക്കാറില്ല, തിരക്കിയിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. ഇതെല്ലാം സർക്കുലർ രൂപത്തിൽ KPCCയിൽ നിന്നും ഇങ്ങനെ പറക്കും. പത്രമാധ്യമങ്ങൾക്കെല്ലാം ആദ്യം കൊടുക്കും. അത് കഴിഞ്ഞാൽ ഇതിനോടൊപ്പം തന്നെ ഇതെല്ലാം അവിടെ സ്ഥിരമായി ഇതൊക്കെ പോസ്റ്റ് ചെയ്യാൻ ആളെ നിയോഗിച്ചിട്ടുണ്ട് KPCCയിൽ. അവരിതെല്ലാം കൂടി കെട്ടിയെടുത്ത് പരുവത്തിലാക്കി സർക്കുലർ രൂപത്തിലൊക്കെ ആക്കി 5ഉം 10ഉം തവണ വെട്ടിത്തിരുത്തി ഒടുവിൽ ഇതങ്ങ് അയക്കും. അയച്ചു കഴിഞ്ഞാൽ കുറച്ച് പേര് വായിക്കുമായിരിക്കുമെന്നെനിക്ക് തോന്നുന്നു. ചില ആളുകൾ ഇത് തുറന്നു നോക്കാറില്ല എന്നുള്ളത് തന്നെ ആ നേതാക്കൾ തന്നെ പങ്കുവെക്കുന്ന കാര്യമാണ്. കാരണം തുറന്നു നോക്കിയില്ലെങ്കിൽ ഒരു പ്രശ്നവും കോൺഗ്രസിൽ നിന്നുണ്ടാവില്ല. ഈ നേതാക്കളെ പുറത്താക്കുമോ? ഇല്ലേ ഇല്ല. സ്ഥാനത്തിൽ നിന്ന് മാറ്റി നിർത്തുമോ? ഇല്ലേ ഇല്ല. ഇദ്ദേഹത്തിന് ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനം കൊടുക്കാതിരിക്കുമോ? കൊടുക്കാം. തീർച്ചയായിട്ടും ഇതൊന്നും അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്നും അല്ല. അതുകൊണ്ട് ഇതുപോലെ KPCC കുറേ സർക്കുലർ ഇറക്കും. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു എന്ന മട്ടിൽ അവർ തുടരുകയും ചെയ്യും. പക്ഷേ ഇതിനിടയിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റിയിൽ പങ്കെടുത്തില്ല എങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഈ പങ്കെടുക്കാത്ത ആളിന് ഒരു റോളും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും സ്ഥാനാർത്ഥിയാകുന്ന ആളിന് ഇതിൽ എവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ റോൾ? അവിടെയാണ് പ്രശ്നം. അപ്പോൾ KPCC പറയുന്നില്ല ഈ കമ്മിറ്റികളിലൊന്നും പങ്കെടുക്കാത്ത ഒരാളിന് ഈ സ്ഥാനാർത്ഥിയാവാൻ യോഗ്യത ഉണ്ടാവില്ല എന്നുകൂടി പറയണ്ടേ? അത് പറഞ്ഞില്ല. സ്ഥാനാർത്ഥിയാകുന്ന ആൾ എന്തോ ആയിക്കോട്ടെ, സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റിയിൽ ഇത് ഉണ്ടാവണം. ആ കമ്മിറ്റിയിൽ കൃത്യമായും പങ്കെടുത്താലേ ആ പങ്കെടുക്കുന്ന ആളിന് ഇന്ന സ്ഥാനാർത്ഥി ആകണം എന്നൊരു സജഷൻ വെക്കാൻ പറ്റും. അപ്പോൾ സ്ഥാനാർത്ഥി പങ്കെടുക്കണ്ടേ? സ്ഥാനാർത്ഥിയാകാൻ ഉടുപ്പിട്ട് ഇറങ്ങിയിരിക്കുന്ന ആൾ ഇത്തരം കമ്മിറ്റികളിലൊക്കെ പ്രാദേശികമായി പങ്കെടുക്കേണ്ട ആളല്ലേ? അങ്ങനെയാണല്ലോ ഒരു സ്ഥാനാർത്ഥിയെ എല്ലാവരും ആ സ്ഥാനാർത്ഥി മതി എന്ന് പറഞ്ഞ് കൈ ഉയർത്തുന്നത്. അപ്പോൾ അതൊന്നും വേണ്ട. പങ്കെടുക്കുന്ന വാർഡ് കമ്മിറ്റികളിൽ പങ്കെടുക്കുന്നവർ പറഞ്ഞാൽ മതി. അപ്പം മുമ്പ് പങ്കെടുത്തവർ പറഞ്ഞ ആളുകളെയാണോ നിങ്ങൾ വെച്ചത്? KPCCയും DCCയും ഒക്കെ വെച്ചത് അങ്ങനെയുള്ള ആളുകളാണോ? അല്ലെന്ന് KPCC തന്നെ സമ്മതിക്കും. കാരണം നേതാക്കൾക്ക് മണിയടിക്കുന്ന ആളുകൾ, ശിങ്കിടി പാടുന്ന ആളുകൾ, ആ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ, എവരുടെയൊക്കെ പിടിപാട് പോലെയാണ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക. യാതൊരു തരത്തിലും ഒരു മാനദണ്ഡം മുമ്പ് ഇല്ല, ഇനി ഉണ്ടെന്ന് പറഞ്ഞാലും അതൊന്നും ഇതുവരെയുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമുക്കങ്ങ് അംഗീകരിച്ചു കൊടുക്കാനും പറ്റില്ല. അങ്ങനെയൊക്കെ നോക്കുന്ന പാർട്ടികൾ സംസ്ഥാനത്ത് ഉണ്ട്, വേറെ ഉണ്ട്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇന്നയാളാവുക, അവൻ ജയിക്കുന്ന സ്ഥാനാർത്ഥിയായിരിക്കണമെന്ന് ഒരു തരത്തിലും കോൺഗ്രസിന് വലിയ നിർബന്ധമൊന്നുമില്ല.
ഒരു സ്ഥാനാർത്ഥിയെ കെട്ടി ഇറക്കുക, ജനം അങ്ങ് ജയിപ്പിച്ചു കൊള്ളും എന്നാണ് കോൺഗ്രസിൻ്റെ മനസ്സിലിരിപ്പ്. ഇപ്പോൾ ഈ മിഷൻ 2025 ഭാഗമായി കുറേ കാര്യങ്ങൾ ഈ KPCC തീരുമാനിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ചെയ്യണം, അത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. പക്ഷേ ഇത് ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ നിങ്ങൾക്ക് സംവിധാനമുണ്ടോ? അവിടെയാണ് വലിയ ചോദ്യവും അതിനുള്ള ചെറിയ ഉത്തരവും നമുക്ക് കിട്ടുന്നത്. കാരണം ചെറിയ ഉത്തരം ബ്രാക്കറ്റിനകത്തായിരിക്കും. ഇല്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു സംവിധാനമില്ല. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കുമായിരുന്നു എങ്കിൽ സംഘടനാകാര്യത്തിൽ ഇതിനകം എന്തെല്ലാം ചെയ്യാമായിരുന്നു. എവിടെയൊക്കെ സംഘടനകൾ തകർന്നടിഞ്ഞു കിടക്കുന്നു, സംഘടനയിൽപ്പെട്ട പല ആളുകളും നിർജീവമായിട്ട് എത്രയോ കാലങ്ങളായി. എന്താ നിങ്ങൾ പുനഃസംഘടിപ്പിക്കാത്തത്? അവിടെയും നിങ്ങൾ പുറംതിരിഞ്ഞ് നിൽക്കും. നിങ്ങളുടെ ഗ്രൂപ്പാണോ, ഇവൻ എൻ്റെ ആളാണോ, അവൻ്റെ ആളാണോ, ഇങ്ങനെ തിട്ടപ്പെടുത്തി നിങ്ങൾ കറക്കിക്കുത്തി ഒരു വിധം കൊണ്ടുപോകും എന്നുള്ളതല്ലാതെ ഇതിനകത്ത് യുക്തമായ രീതിയിൽ ഇല്ലെങ്കിൽ ശക്തമായ രീതിയിൽ ഇടപെടലുകൾ നടത്തി ഈ കോൺഗ്രസിനെ രക്ഷപ്പെടുത്തിയെടുക്കണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്കില്ല. പക്ഷേ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം, BJP എന്ന് പറയുന്ന ഒരു കക്ഷി നമ്മുടെ സംസ്ഥാനത്ത് വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ തീർച്ചയായിട്ടും സംഘടനാപരമായ കാര്യങ്ങളിൽ അവർ വളരെ മുമ്പോട്ട് വന്നു കഴിഞ്ഞു. കേഡർഷിപ്പ് അടിസ്ഥാനത്തിൽ തന്നെ അവർ രാഷ്ട്രീയ സാഹചര്യം നന്നായി മുതലെടുക്കാൻ അവരും പഠിച്ചിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സുരേഷ് ഗോപിയുടെ ഈ തെരഞ്ഞെടുപ്പ് തന്നെ അവർക്ക് നൽകിയ ഒരു ആവേശമുണ്ടല്ലോ, ആ ആവേശം താഴെത്തട്ട് വരെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ്സുകാർക്ക് പണ്ട് CPM ഇല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഭയപ്പെട്ടാൽ മതി. പക്ഷേ ഇപ്പോൾ BJPയെ ഭയപ്പെടണം. മുമ്പ് പല ആക്ഷേപങ്ങളും വന്നിട്ടുണ്ട്. BJP അവരുടെ വോട്ട് ബാങ്ക് കോൺഗ്രസ്സിന് വേണ്ടി മറിച്ചു കൊടുത്തു എന്ന് CPM സ്ഥിരം ആക്ഷേപിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ആക്ഷേപം ഇനി പറയാൻ CPM ഇപ്പോൾ തയ്യാറല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അക്ഷരം അങ്ങനെ വോട്ട് മറിച്ചു കൊടുത്തു എന്ന് CPM പറഞ്ഞില്ല. കാരണം BJPയുടെ വോട്ട് ബാങ്ക് കൂടിയപ്പോൾ പിന്നെ BJP വോട്ട് മറിച്ച് കോൺഗ്രസിന് കൊടുത്തെന്ന് പറയാൻ പറ്റുമോ? അത് തന്നെയാണ് ഈ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്നത്. നിങ്ങൾ ഇനിയും കോൺഗ്രസ്സുകാർ കണ്ണ് മിഴിച്ച് നിന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കയ്യിലുള്ള സീറ്റുകൾ വരെ വേറെ കൊണ്ടുപോകും. ഇനി ഫൈറ്റ് ചിലപ്പോൾ CPMഉം BJPയും തമ്മിൽ നേരിട്ടാകും. അതിനുള്ള സൂചനകളൊക്കെ വന്ന് കഴിഞ്ഞു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടും അതിൻ്റെ ചൂണ്ട് പലകയാണ്. നിങ്ങൾ ഈ ഒരു ക്ഷമാപൂർവം യുക്തിപൂർവമായി നിങ്ങൾ ബുദ്ധിപരമായി കോൺഗ്രസ് ഇനിയും സംഘടന സജീവമാക്കാതെ സർക്കുലറുകൾ ഇറക്കി കയ്യും കെട്ടി നിങ്ങൾ KPCCയിൽ മസാല ദോശയും നിന്നുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആരും നിങ്ങളെ സ്ഥാനാർത്ഥികൾ അങ്ങോട്ട് ജയിപ്പിച്ച് തരുമെന്ന് കരുതരുത്. മുമ്പ് ഈ പറഞ്ഞതുപോലെ അവർ മോശമെങ്കിൽ എവർ മതി എന്ന് തീരുമാനിക്കുമായിരുന്നു ജനം. പക്ഷേ ജനത്തിനിപ്പം മറ്റൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. ആ ഓപ്ഷൻ BJP ആണ്. അതുകൊണ്ട് ഈ CPMനോട് വിരോധമുള്ളവരെല്ലാം ഇനി കോൺഗ്രസ്സിന് തന്നെ അങ്ങ് വോട്ട് ചെയ്ത് ജയിപ്പിക്കുമെന്ന് കരുതി കളയരുതേ എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നത് നല്ലത്. പക്ഷേ ഇതെല്ലാം താഴെത്തട്ടിൽ ഈ കൊടുത്ത സർക്കുലർ പ്രകാരമുള്ള നടപടികൾ ഉണ്ടാകുന്നുണ്ട് എന്നുകൂടി ഉറപ്പ് വരുത്താൻ മാന്യ KPCC ഭാരവാഹികൾക്കും DCC ഭാരവാഹികൾക്കും പങ്കുണ്ട്, ഇല്ലെങ്കിൽ അവർക്കതിനുള്ള ബാധ്യതയുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഈ ന്യൂസ് പ്ലസ് ചാനൽ.